ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫിലോസഫി ഫോർ ലിറ്ററേച്ചർ എന്ന പേപ്പറിൽ സോക്രട്ടീസ് എന്ന ഫിലോസഫറിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ സോക്രട്ടീസ് ഒരു ഫേമസ് ഏൻഷ്യൻറ്റ് ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ എഴുത്തിലൂടെയല്ല ഫേമസ് ആയത്, ബട്ട് ഫോർ ആസ്കിങ് ഡീപ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്. അദ്ദേഹം നല്ലതായിട്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേമസ് ആയത്. അതുപോലെ തന്നെ അദ്ദേഹം ഡീപ്പായിട്ട് ലെക്ചർ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഇൻസ്റ്റഡ് അദ്ദേഹം ഓരോ വ്യക്തിയെയും ചലഞ്ച് ചെയ്തിരുന്നു ബൈ ആസ്കിങ് ഡീപ്പ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും എക്സാമിൻ ചെയ്യുകയും ചെയ്യിപ്പിച്ചു. അത് ഓരോ ബിലീഫും അദ്ദേഹം എക്സാമിൻ ചെയ്യിപ്പിച്ചു ഓരോ വ്യക്തിയെ കൊണ്ടും. അപ്പോൾ ഈ മെത്തേഡിനെയാണ് സോക്രറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഇപ്പോഴും ഓരോ വ്യക്തിയും യൂസ് ചെയ്യാറുണ്ട്, ലോ സ്കൂൾസിലൊക്കെ പ്രത്യേകിച്ച്. അദ്ദേഹം തൻ്റെ ഐഡിയാസും ഫിലോസഫീസും ഒന്നും എഴുതി വെച്ചിരുന്നില്ല, റിട്ടേൺ റെക്കോർഡായിട്ട് വെച്ചിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ നമ്മളിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള പ്ലേറ്റോ, സെനോഫോണിലൂടെയാണ്. സോ ഹി നെവർ റോട്ട് എനിത്തിങ് ഡൗൺ. വാട്ട് വി ന്യൂ അബൌട്ട് ഹിം കംസ് മെയിൻലി ഫ്രം ഹിസ് സ്റ്റുഡൻറ്റ് പ്ലേറ്റോ ആൻഡ് അതേഴ്സ്. പിന്നെ സോക്രട്ടീസ് ഓരോ സ്റ്റുഡൻസിനെയും എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നായിരുന്നു പഠിപ്പിച്ചത്. അല്ലാതെ സോഫിസ്റ്റിനെ പോലെ ആയിരുന്നില്ല. സോഫിസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഹു ടുക്ക് മണി ടു ടീച്ച്. പൈസ കൊടുത്ത് നമ്മൾ അല്ലാതെ പഠിപ്പിക്കത്തില്ലേ, അതേ കണക്ക് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. സോക്രട്ടീസിൻ്റെ മെയിൻ എയിം ട്രൂത്തിലും വേർച്വയിലും മാത്രമായിരുന്നു. അദ്ദേഹം അതിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അദ്ദേഹം ആൾക്കാരെ ചിന്തിപ്പിക്കാനും ട്രൈ ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാനും പഠിപ്പിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത് ട്രൂത്തിലും വേർച്വയിലും ഗുഡ്നെസ്സിലും മാത്രമായിരുന്നു. അദ്ദേഹം ഫോക്കസ് കൊടുത്തിരുന്നത് സോളിനായിരുന്നു. He believed improving the inner self is more important than wealth or status. സ്റ്റേറ്റസിനെയോ വെൽത്തിനെക്കാട്ടും നമ്മളുടെ ഇന്നർ സെൽഫ്, നമ്മളുടെ സോൾ ക്ലീൻ ആക്കുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളുടെ ക്യാരക്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ലിവിങ് എ വെർച്വസ് ലൈഫ് വാസ് ഹിസ് ഗോൾ. നല്ലൊരു ലൈഫ്, അതായത് നമ്മൾ നല്ലത് ചെയ്തുകൊണ്ട് ഒരു ലൈഫിനെ മുന്നോട്ട് നയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദ അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ്. എക്സാമിൻ ചെയ്യാത്ത, നമ്മൾ തെറ്റ് എന്ത് ചെയ്തു, നമ്മൾ ശരി എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്യുക. അല്ലാതെ എക്സാമിൻ ചെയ്യാത്ത ലൈഫ് വർത്ത് അല്ല. നമ്മൾ ഡെവലപ്പ് ആകുന്നില്ല അതിലൂടെ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യണം നമ്മളുടെ ലൈഫിനെ കുറിച്ചും ബിലീഫിനെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെ കുറിച്ചും. നമ്മളൊന്നിലും ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്, ബാക്കിയുള്ളവർ പറയുന്ന അതേ കണക്ക് അനുസരിക്കരുത്. നമ്മളുടെ ലൈഫിനെ എക്സാമിൻ ചെയ്ത് വേണം പ്രവർത്തിക്കേണ്ടത്. നമ്മൾ സ്വയം റിഫ്ലക്റ്റ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശരിയാണോ തെറ്റാണോ. സോ ഒരു വേർച്വസ് ലൈഫായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോളെന്ന് പറയുന്നത്, സോളിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നതും. എന്നിട്ട് നമ്മളെ തന്നെ അറിയുക, നോ യുവർ സെൽഫ്. അപ്പോൾ റിയൽ വിസ്ഡം നമുക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കുമ്പോഴാണ്, നമ്മളെക്കുറിച്ച് അറിയുമ്പോഴാണ് റിയൽ വിസ്ഡം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മളുടെ ബിലീഫിനെ കുറിച്ചും ഓണസ്റ്റിയെക്കുറിച്ചും ഒക്കെ എക്സാമിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ജസ്റ്റ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ ഒന്നും അറിയാതിരിക്കുന്ന ഒരു ലൈഫാണെങ്കിൽ ആ ലൈഫിന് ഒരു മീനിങ്ങും കാണില്ല, നമ്മളുടെ ആക്ഷൻ ഇമ്പ്രൂവ് ആവില്ല. വി ആസ് എ പേഴ്സൺ, നമ്മളുടെ സോൾ എലിവേറ്റ് ചെയ്യില്ല. സോക്രട്ടീസ് വാസ് പുട്ട് ഓൺ ട്രയൽ ബൈ ദ പീപ്പിൾ ഓഫ് ഏത്തൻസ്. ഏത്തൻസിലുള്ള ആൾക്കാരുണ്ടല്ലോ, സോക്രട്ടീസിനെ അക്യൂസ് ചെയ്തു പല കാരണം കൊണ്ടും. ഫസ്റ്റ് വൺ യൂത്തിനെ കറക്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്നൊരു റീസണാണ് അവർ വെച്ചത്. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞല്ലോ നമ്മൾ തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് എക്സാമിൻ ചെയ്തിട്ട് വേണം മാത്രം പ്രവർത്തിക്കാനെന്ന്. അപ്പം ഈ യൂത്തിനെ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതോറിറ്റിയും ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ, അതോറിറ്റി ചെയ്യുന്ന തെറ്റാണെന്ന് ആൾക്കാർക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ ആ രീതിയിൽ യങ് ആയിട്ടുള്ള ആൾക്കാരെ തെറ്റുകൾ പഠിപ്പിക്കുന്നു എന്നൊരു കാര്യമാണ് അദ്ദേഹത്തിന് ആരോപണം വന്നത്. പിന്നെ രണ്ടാമത്തത് ഇംപയറ്റി എന്ന് വെച്ചാൽ ഗോഡിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. എല്ലാ ബിലീഫിലും ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യരുത്, നമ്മൾ തെറ്റാണോ ശരിയാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രം പ്രവർത്തിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. അപ്പോൾ ഈ രണ്ട് കാരണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അക്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് നാൾക്ക് ശേഷം ഹി വാസ് ഫൗണ്ട് ഗിൽറ്റി, പക്ഷേ ലേറ്റർ ഹി വാസ് എക്സിക്യൂട്ടഡ്. എങ്ങനെ? ഒരു പോയിസൺ കുടിച്ചു, ഹെംലോക്ക് എന്ന് പറയുന്ന പോയിസൺ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. പ്ലേറ്റോ 4 ഡയലോഗ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എൻ്റയർ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ലൈഫും, അതായത് സോക്രട്ടീസ് മരിക്കുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഡേയ്സ് ഉണ്ടല്ലോ, ആ ഡേയ്സിനെ പ്ലേറ്റോ 4 ഡയലോഗിലൂടെ ഡിഫൈൻ ചെയ്തു. ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് സോക്രട്ടീസിനെ കുറിച്ച് റിട്ടേൺ റെക്കോർഡ്സ് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് പറയുന്നത് വെച്ചിട്ടാണ് സോക്രട്ടീസിനെ കുറിച്ച് നമുക്ക് അറിയുന്നതെന്ന്. അപ്പോൾ നമുക്ക് മൈൻഡിലൊരു ക്വസ്റ്റ്യൻ വരത്തില്ലേ, അവർ പറഞ്ഞ സോക്രട്ടീസ് തന്നെയാണോ യഥാർത്ഥത്തിലുള്ള സോക്രട്ടീസ് എന്നുള്ളത്? ഇൻ പ്ലേറ്റോസ് ഡയലോഗ്സ് സോക്രട്ടീസ് ഈസ് ഓൾവേസ് ദ മെയിൻ ക്യാരക്ടർ. നല്ല ഒരു ക്യാരക്ടറായിട്ടാണ്
പ്ലേറ്റോ എപ്പോഴും സോക്രട്ടീസിനെ പറഞ്ഞിട്ടുള്ളത്. ബട്ട് സം പീപ്പിൾ സേ പ്ലേറ്റോസ് സോക്രട്ടീസ് ഈസ് നോട്ട് ദ റിയൽ സോക്രട്ടീസ്. പ്ലേറ്റോയുടെ സോക്രട്ടീസ് ഉണ്ടല്ലോ, ആ റിയൽ സോക്രട്ടീസ് അല്ല എന്ന് ചിലവർ പറയുന്നുണ്ട്. ഈവൻ പ്ലേറ്റോയുടെ തന്നെ കണ്ടംപററീസ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ് ഉണ്ടല്ലോ, അവർ പറയുന്നുണ്ട് പ്ലേറ്റോ സോക്രട്ടീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പോലെ അല്ല ശരിക്കുമുള്ള സോക്രട്ടീസ് എന്ന്, അതായത് ഫിക്ഷണലൈസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. പ്ലേറ്റോസ് വേർഷൻ ഓഫ് സോക്രട്ടീസ് വാസ് ഫിക്ഷണലൈസ്ഡ്. സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആൻറ്റിസ്റ്റീൻസ്. അവർ സൈനിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ കണ്ടുപിടിച്ചു. അവർ സിമ്പിൾ വേ ഓഫ് ലിവിങ്ങിലായിരുന്നു ബിലീവ് ചെയ്തിരുന്നത്. അതായത് അവരെന്തിനെ റിജക്റ്റ് ചെയ്തു? വെൽത്തിനെയും കംഫർട്ട് ലൈഫ് സ്റ്റൈൽ, ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലിനെ അവർ റിജക്റ്റ് ചെയ്തിരുന്നു. അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് മോറൽ ബിഹേവിയറിനും ക്യാരക്ടറിനുമായിരുന്നു. അടുത്ത സ്റ്റുഡൻ്റാണ് അരിസ്റ്റിപ്പസ്. അവർ സിറനിക് സ്കൂൾ കണ്ടുപിടിച്ചു. ദേ ബിലീവ്ഡ് ലക്ഷറി ആൻഡ് പ്ലഷർ ആർ ദ മെയിൻ ഗോൾസ് ഓഫ് ലൈഫ്. നമ്മളുടെ ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസ് ലക്ഷറിയും പ്ലഷറും ആണെന്നാണ് അവർ ബിലീവ് ചെയ്തിരുന്നത്. അതായത് ഇവർ ടോട്ടലി ഓപ്പോസിറ്റ് ടു ആൻറ്റിസ്റ്റീൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റുഡൻ്റ് ഇല്ലേ, ആൻറ്റിസ്റ്റീൻസ്, അവരെന്താ ബിലീവ് ചെയ്തിരുന്നത്? മോറൽ ആയിട്ടുള്ള കാര്യങ്ങളും സിമ്പിൾ വേ ഓഫ് ലിവിങ്, അതായിരുന്നു അവർ ബിലീവ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ അരിസ്റ്റിപ്പസിൽ വന്നപ്പം അവർ ബിലീവ് ചെയ്യുന്നത് എന്താണ്? പ്ലഷറിലും ലക്ഷറിയിലും ആയിരുന്നു. അതെന്താണ് ആൻറ്റിസ്റ്റീൻസ് റിജക്റ്റ് ചെയ്തിരുന്ന കാരണമായിരുന്നു. ഇവിടെ മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സോക്രട്ടീസിൻ്റെ തന്നെ സ്റ്റുഡൻസ് ചിലവർ അദ്ദേഹത്തിൻ്റെ ഐഡിയ എഗ്രി ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലവർ എഗ്രി ചെയ്യുന്നില്ല. അതായത് ഡിഫറെൻറ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് രീതികളായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബോത്ത് were students of Socrates, but their philosophies are very different from each other and from Socrates. പ്ലേറ്റോയും സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു, പക്ഷേ അദ്ദേഹവും സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി ക്രിയേറ്റ് ചെയ്തു. ഹി ബിലീവ്ഡ് ഇൻ ആൻ എറ്റേണൽ ഇൻവിസിബിൾ വേൾഡ് ഓഫ് പെർഫെക്റ്റ് ഐഡിയാസ്. അതിനെ അദ്ദേഹം എന്തെന്ന് പറഞ്ഞു? റെലം ഓഫ് ഫോംസ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു എറ്റേണൽ, അതായത് എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻവിസിബിൾ ആയിട്ടുള്ള, നമുക്ക് മനുഷ്യന്മാർക്ക് കാണാൻ പറ്റില്ല, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വേൾഡ്. അവിടെ എല്ലാം എന്താണ്? അൺചേഞ്ചിങ് ആയിരിക്കും. അവിടെ ഒന്നും ഫ്ലക്സിലായിരിക്കില്ല. അവിടെ എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള വേൾഡിനെയാണ് അദ്ദേഹം, ആ ഒരു ഫിലോസഫിയായിരുന്നു ബിലീവ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വേൾഡിൽ പ്യുവർ ബ്യൂട്ടി, ഗുഡ്നെസ്, ബ്യൂട്ടി ഇതൊക്കെയായിരുന്നു എന്ത് ചെയ്തിരുന്നത്? എക്സിസ്റ്റ് ചെയ്തിരുന്നത്. വാട്ട് വി സീ ഇൻ ദ വേൾഡ് ഈസ് ജസ്റ്റ് എ കോപ്പി ഓർ റിഫ്ലക്ഷൻ ഓഫ് ദീസ് പെർഫെക്റ്റ് ഫോംസ്. ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോം ഉണ്ടല്ലോ, അതിൻ്റെ ജസ്റ്റ് റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ഷാഡോസ് മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങൾ. അതായത് ഫിസിക്കൽ വേൾഡ്, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകത്ത് കാണുന്ന സംഭവങ്ങളല്ല യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ. നമ്മൾ കാണുന്ന ജസ്റ്റ് കോപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ റിഫ്ലക്ഷൻസ് ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് എടുക്കുക. എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ഈസ് നോട്ട് ബ്യൂട്ടി ഇറ്റ് സെൽഫ്, ഇറ്റ്സ് ജസ്റ്റ് ആൻ അറ്റംപ്റ്റ് ടു റിപ്രസെൻറ്റ് ബ്യൂട്ടി. അത് ബ്യൂട്ടിയെ റിപ്രസെൻറ്റ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് മാത്രമാണ്, അല്ലാതെ അതല്ല റിയൽ ബ്യൂട്ടി. ട്രൂ ലൈ അല്ലെങ്കിൽ ലൈ ഇൻ ദ സോൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ പ്ലേറ്റോ എന്താണ് പറയുന്നത്? ഓരോ വ്യക്തിയും ബിലീവ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളിലാണ്, എബൌട്ട് ലൈഫ്, ബ്യൂട്ടി, ട്രൂത്ത് എക്സെട്ര. അതായത് അദ്ദേഹത്തിന് പറഞ്ഞല്ലോ, അദ്ദേഹം വേറൊരു വേൾഡിൽ വിശ്വസിക്കുന്നുണ്ടെന്ന്, പെർഫെക്റ്റ് ആയിട്ടുള്ള, എറ്റേണൽ ആയിട്ടുള്ള, അത് കറക്റ്റ് ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള, അബ്സല്യൂട്ട് ആയിട്ടുള്ളൊരു വേൾഡിൽ. അപ്പം ഇതിനെ അദ്ദേഹം പറയുകയാണ്, നമ്മൾ ഈ ഓരോ വ്യക്തികളും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫിനെക്കുറിച്ചും ബ്യൂട്ടിയെക്കുറിച്ചും ട്രൂത്തിനെക്കുറിച്ചും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ദ ട്രൂ ലൈ, സത്യമായ കള്ളം. വെൻ യു ഫൂൾ യുവർ സെൽഫ് ഇൻ ടു ബിലീവിങ് സംതിങ് ഫോൾസ്, നമ്മൾ തെറ്റായ ഒന്നിനെ ബിലീവ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് റിക്കഗ്നൈസ് ദാറ്റ് എ ഹയർ ഇൻവിസിബിൾ റെലം എക്സിസ്റ്റ്. ദ ഫോംസ് എന്ന് പറയുന്നൊരു വേൾഡ് ശരിക്കും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. യു മസ്റ്റ് സീക്ക് വിസ്ഡം ആൻഡ് അലൈൻ യുവർ സോൾ വിത്ത് ട്രൂത്ത് ആൻഡ് വെർച്യു. അതാണ് ഇതിൻ്റെ അകത്ത് പ്ലേറ്റോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. താങ്ക് യു.